തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകുമ്പോൾ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടും വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. പ്രിയപ്പെട്ടവരെ, ദീപക് വളരെ സാധാരണമായൊരു കർഷക കുടുംബത്തിൽ ജനിച്ച ഒരു കുട്ടിയായിരുന്നു. എന്നാൽ അവൻ നന്നായി പഠിച്ചു, കഠിനാധ്വാനം ചെയ്ത് അവൻ +2 വളരെ ഉയർന്ന വിജയം നേടി. അവന് പഠിച്ച് 12th കഴിഞ്ഞപ്പോൾ +2 കഴിഞ്ഞപ്പോൾ നഗരത്തിൽ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കണമെന്നായിരുന്നു ആഗ്രഹം. അവൻ്റെ മാതാപിതാക്കൾ വളരെ കഷ്ടപ്പെട്ട് പലയിടത്തും കടവും ലോണൊക്കെ എടുത്ത് അവനെ നഗരത്തിലെ പ്രശസ്തമായ കോളേജിൽ പഠിക്കാനായി വിട്ടു. ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ ദീപക് തൻ്റെ മാതാപിതാക്കൾക്ക് ഒരു കത്തെഴുതി. അപ്പച്ചാ, എനിക്കിവിടെ പഠിക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. ഇവിടെ ഈ കോളേജിൽ പഠിക്കുന്ന എൻ്റെ കൂടെ പഠിക്കുന്നവരെല്ലാം ധനികരായ മാതാപിതാക്കളുടെ മക്കളാണ്. ഇവിടെ എൻ്റെ ചുറ്റുപാടും പാപത്തിൻ്റെ ഒത്തിരി സാഹചര്യങ്ങളുണ്ട്. എനിക്ക് എൻ്റെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനോ വീട്ടിൽ നിന്ന് പഠിച്ച മൂല്യങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കുവാനോ സാധിക്കാത്ത സാഹചര്യങ്ങളാണ്. പാപത്തിലേക്ക് വീണുപോകാവുന്ന ഒത്തിരിയേറെ പ്രലോഭനങ്ങളാണ് എൻ്റെ ചുറ്റും. ഞാൻ ഇവിടെ നിന്നാൽ എനിക്കെല്ലാം നഷ്ടപ്പെട്ടു പോകുമെന്ന് തോന്നുന്നു. ആ കത്ത് കിട്ടിക്കഴിഞ്ഞപ്പോൾ ദീപകിൻ്റെ അപ്പച്ചൻ അവന് തിരിച്ചൊരു മറുപടി എഴുതി. ആ മറുപടിയുടെ കൂടെ അപ്പച്ചൻ 2 ഫോട്ടോകൾ അയച്ചു കൊടുത്തു. ഒന്ന്, ആ അപ്പൻ വയലിൽ പണിയെടുക്കുന്ന ഒരു ഫോട്ടോ. 2, അമ്മ ഒരു വീട്ടിൽ പാത്രം കഴുകുന്ന ഒരു ഫോട്ടോ. ദീപകിന് ആ കത്തും ഫോട്ടോകളും കിട്ടി. അവൻ ആ കത്ത് വായിച്ചു നോക്കി. അവൻ ആ ഫോട്ടോ എടുത്തു നോക്കി. തനിക്ക് വേണ്ടി വയലിൽ അധ്വാനിക്കുന്ന അപ്പൻ്റെ ഫോട്ടോ, തനിക്ക് വേണ്ടി അയൽവക്കത്തെ വീടുകളിൽ പാത്രം കഴുകുന്ന അമ്മയുടെ ഫോട്ടോ. ദീപക് ആ ഫോട്ടോ അവൻ്റെ റൂമിൽ ഫ്രെയിം ചെയ്ത് അവൻ്റെ കട്ടിലിൻ്റെ സമീപത്ത് ഭിത്തിയിൽ തൂക്കിയിട്ടു. പിന്നീട് എപ്പോഴൊക്കെ അവന് പാപത്തിൽ വീണുപോകുവാനോ പ്രലോഭനങ്ങളിൽ വീണുപോകുവാനോ പ്രേരണ ഉണ്ടായപ്പോഴൊക്കെ അവൻ ആ ഫോട്ടോയിലേക്ക് നോക്കി. അവൻ ആ ഫോട്ടോയിലേക്ക് നോക്കിയപ്പോൾ അവൻ ഓർമ്മ വന്നു, എനിക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു അപ്പനും അമ്മയും എനിക്കുണ്ട്. അവരെ വേദനിപ്പിച്ചിട്ട്, അവരെ ദുഃഖിപ്പിച്ചിട്ട് എനിക്കൊരു സന്തോഷം വേണ്ട. ആദ്യമൊക്കെ ദീപകിൻ്റെ കൂട്ടുകാർ അവനെ കളിയാക്കി, അവനെ ഒറ്റപ്പെടുത്തി. പക്ഷേ പതിയെ പതിയെ എല്ലാവരും അവനെ ബഹുമാനിക്കാനായിട്ട് തുടങ്ങി. ദീപക് അവൻ്റെ കുടുംബത്തിൽ നിന്ന് ലഭിച്ച മൂല്യങ്ങൾക്ക് വേണ്ടി ജീവിച്ചു, വിശ്വാസത്തിനു വേണ്ടി നിലകൊണ്ടു. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് എപ്പോഴും ഓർക്കേണ്ട ഒരു വലിയ സത്യമുണ്ട്. എനിക്ക് വേണ്ടി പീഡകൾ സഹിച്ച, എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ച ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിനെക്കുറിച്ചുള്ള സ്മരണ നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ ലാഘവത്തോടെ നമ്മൾ ഒരിക്കലും പാപത്തിലേക്ക് വീണു പോകുകയില്ല. കുരിശിൻ്റെ വഴി പ്രാർത്ഥനയിൽ നമ്മൾ ചെല്ലുന്ന മനോഹരമായൊരു പ്രാർത്ഥനയാണ്, കർത്താവെ അനുഗ്രഹിക്കണമേ, പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ, ഈശോ എനിക്ക് വേണ്ടി ചെയ്ത യാതനകളുടെ ഓർമ്മകൾ എൻ്റെ ഓർമ്മയിൽ എപ്പോഴും ഉണ്ടെങ്കിൽ, എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടെങ്കിൽ, നമ്മൾ ഒരിക്കലും ലാഘവത്തോടെ തിന്മയിലേക്ക് വീണു പോകില്ല. ദൈവത്തിനു വേണ്ടി ജീവിക്കുവാൻ, ദൈവത്തിന് മുമ്പിൽ പ്രീതികരമായൊരു ജീവിതം നയിക്കുവാൻ നമ്മളെപ്പോഴും ആഗ്രഹിക്കും. പത്രോസ്ലിഹ നമ്മളെ പഠിപ്പിക്കുന്ന മനോഹരമായൊരു വചനഭാഗമാണ്, നമ്മൾ വില കൊടുത്ത് മേടിക്കപ്പെട്ടവരാണ്. അവൻ നമുക്ക് വേണ്ടി സ്വജീവൻ, സ്വന്തം രക്തം അർപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മൾ വില കൊടുത്ത് മേടിക്കപ്പെട്ടവരാണെന്നും
ദൈവം നമുക്ക് വേണ്ടി യാതനകൾ സഹിച്ചുവെന്നുള്ള ഓർമ്മ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകട്ടെ. അത് നമ്മെ വിശുദ്ധമായൊരു ജീവിതം നയിക്കുവാൻ സഹായിക്കട്ടെ. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.